അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാൻ പ്ലാനറിനെ കുറിച്ചിട്ടാണ്. എനിക്കറിയാം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറേ ഡിലേ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും കുറച്ച് പേരൊക്കെ കമൻറ്റിലും വാട്സപ്പിലൊക്കെ പ്ലാനറിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പേജ്. ഞാൻ വിചാരിച്ചത്ര ഭംഗിയൊന്നും ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് റമദാൻ എന്നൊക്കെ എഴുതിയിട്ട് ഒരു പേജ് റെഡിയാക്കിയിട്ടുണ്ട്. റമദാനായിട്ടും കറക്റ്റായിട്ട് ഇബാദത്തുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു പ്ലാനർ ഫോളോ ചെയ്യാണ്. ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ റമദാൻ ഗോൾസാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് റമദാനിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. മെയിനായിട്ടും 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുക, ഖുർആൻ ധാരാളമായിട്ട് ഓതുക, പിന്നെ തറാവീഹ് നിസ്കരിക്കുക, പിന്നെ ദിക്ർ, സ്വലാത്ത്, ദുആ ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഖുർആൻ ജേർണലിങ് ചെയ്യുക, ഏതെങ്കിലും പുതിയ സൂറത്തുകൾ മെമ്മറൈസ് ചെയ്യുക, സ്വതക്ക കൊടുക്കുക, അതുപോലെ ഫോണിൻ്റെ യൂസേജ് കുറക്കുക. ഫോൺ യൂസേജ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാനും ഇബാദത്തുകൾ ചെയ്യുന്നതിലൊക്കെ വീഴ്ച വരുത്തും. അതുകൊണ്ട് ഫോൺ യൂസേജ് പരമാവധി കുറക്കാൻ പറ്റുന്ന അത്രയും കുറക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഗോൾസായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് പ്രാക്ടീസ് പേഷ്യൻസ്, കൺട്രോൾ ആങ്കർ ആൻഡ് അവോയ്ഡ് ഗോസിപ്പ്, ഡോൺ വേസ്റ്റ് ഫുഡ്, ഇംപ്രൂവ് ക്യാരക്ടർ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് പേജിൽ സലാ ട്രാക്കറാണ് എഴുതിയിട്ടുള്ളത്. അത് നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 5 ഫർള് നിസ്കാരങ്ങളുടെ പേരും അതിൻ്റെ നേരെ കുറേ കോളംസും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ദിവസവും കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളത്തിന് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും നിസ്കാരം നമ്മൾ കള ആക്കിയിട്ട് ആ നിസ്കാരം കള വീട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈഫൺ മാർക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും നിസ്കാരം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി, നമ്മളത് നിസ്കരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആക്കിയിടുക. എന്നിട്ടത് എന്തായാലും നമ്മളത് കള വീട്ടിയിരിക്കണം. നമ്മൾ ഇസ്ലാമിൽ നിസ്കാരം കള ആക്കുക എന്നുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉറങ്ങിപ്പോവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ കള വീട്ടേണ്ടതുണ്ട്. ഇനി പീരിയഡ്സിൻ്റെ ടൈമാണെങ്കിൽ ഡോട്ട് മാർക്ക് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഞാൻ സുന്നത്ത് നിസ്കാരങ്ങളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. തഹജ്ജുദ്, ളുഹ, അതുപോലെ റമദാനിലെ സ്പെഷ്യലായിട്ടുള്ള തറാവീഹ് നിസ്കാരം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിത്തർ എന്നും എഴുതിയിട്ടുണ്ട്. തറാവീഹ് നിസ്കാരം, വിത്തർ നിസ്കാരം നമ്മൾ ഒരുമിച്ചിട്ടാണല്ലോ നിസ്കരിക്കുക. അപ്പോൾ ഞാൻ അത് ഒരുമിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഞാനിതാ ഇവിടെ സൈഡിൽ ചെറിയൊരു കോഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ക്ലിയറായിട്ട് കാണുന്നൊന്നുമില്ല. കം ടു പ്രേ, കം ടു സക്സസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ 3rd പേജ്. എനിക്കറിയാം ഇത് കാണുന്നതിൽ കുറേ ആളുകളൊക്കെ ഓൾറെഡി പ്ലാനറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ചെയ്യുക. ഇനി 4th പേജിൽ നമ്മൾ ഖുർആൻ റീഡിംഗ് ട്രാക്കറാണ് എഴുതുന്നത്. അതിനിവിടെ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ് എഴുതിയിട്ടുള്ള കോളംസ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ ദിവസവും ഓതുന്ന ഖുർആനിൻ്റെ പേജ് നമ്പറോ അല്ലെങ്കിൽ എത്ര ജുസ് ഓതി അത് നമുക്കിതിൽ മാർക്ക് ചെയ്ത് വെക്കാം. റമദാനിൽ ഖുർആൻ ഓതുന്നതിന് ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഓരോ ഫർള് നിസ്കാരങ്ങളെ ശേഷവും ഓരോ ജുസ് വെച്ചിട്ട് ഓതുകയാണെങ്കിൽ 6 ദിവസം കൊണ്ട് തന്നെ നമുക്കൊരു ഖത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു റമദാനിൽ ഒന്നിൽ കൂടുതൽ 2 or 3 ഖത്തം നമുക്ക് ഓതി തീർക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പേജിൽ ഫാസ്റ്റിംഗ് ആണ് എഴുതുന്നത്. അതിനിതുപോലെ കുറച്ച് സർക്കിൾസൊക്കെ വരച്ചിട്ടുണ്ട്. 1 മുതൽ 30 വരെയുള്ള ഡേറ്റും എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ നോമ്പ് നോക്കി കഴിയുമ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ആ സർക്കിൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പേജിൽ ഖുർആൻ ജേർണലിംഗ് എന്നെഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എല്ലാ ദിവസവും ഖുർആൻ ജേർണലിംഗ് ചെയ്യണം എന്നാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റിന് നേരെയും നമുക്കിഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വതക്ക എന്നെഴുതിയിട്ടുണ്ട്. റമദാനിൽ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ, ഇനിയിപ്പോൾ 10 രൂപ ആയാലും 100 രൂപ ആയാലും ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ സ്വതക്ക ചെയ്യുക. ഇപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ 10 രൂപയൊക്കെയാണ് എല്ലാ ദിവസവും സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതെങ്കിൽ അങ്ങനെ മനസ്സിൽ നിയ്യത്ത് വെക്കുക. ഇത് ഞാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളൊരു നിയ്യത്തോട് കൂടിയിട്ട് അങ്ങനെ വെക്കുക. അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഉള്ളതുപോലെ, ഇപ്പോൾ കുറേ കുടുംബങ്ങളൊക്കെ ഇഫ്താറിന് ഫുഡൊന്നും വാങ്ങാൻ ക്യാഷില്ലാതെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ളവരൊക്കെ സഹായിക്കുക. അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. ഇനി അടുത്തത് ഞാൻ എഴുതിയിട്ടുള്ളത് ഗുഡ് ഡീഡ്സ് എന്നാണ്. നമ്മൾ റമദാനിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറിയ കാര്യമായാലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇതിൽ കാണുന്ന ഫ്ലവേഴ്സിന് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആക്കിയിട്ടിടുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ ദിക്ർ, ദുആ, സ്വലാത്ത് ഈ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് മോർണിംഗ് അദ്കാർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേരെ 30 കോളംസും വരച്ചിട്ടുണ്ട്. ഇനി ഈവനിങ് അദ്കാർ, അസ്മാ ഉൽ ഹുസ്ന, സ്വലാത്ത്, ദിക്ർ, ഇസ്തിഗ്ഫാർ, പിന്നെ റമദാനിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ചൊല്ലേണ്ടത്, രണ്ടാമത്തെ 10ലും 3-ാമത്തെ 10ലും ചൊല്ലേണ്ടത്, അങ്ങനെ ഞാൻ ഓരോന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പേജിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത്. ഇനി അടുത്ത പേജിൽ റമദാൻ വീക്കിലി പ്ലാനറാണ് എഴുതുന്നത്. ഇതൊരു ടു ഡു ലിസ്റ്റ് പോലെ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാനിങ്ങും ഐഡിയയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾ എഴുതി വെച്ച പോലെ ആദ്യം തന്നെ നമുക്കതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടൈമും ഇങ്ങനെ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും മാത്രമായിട്ട് പോവാതെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു വീക്ക്ലി പ്ലാനർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ശരിക്കും ഹെൽപ്ഫുള്ളാവും. ഇതിലിപ്പോൾ ഞാൻ 1 വീക്കിലേക്കുള്ള പ്ലാനറാണ് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീക്കാവുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഒരു പേജിൽ ഇങ്ങനെ വീക്ക്ലി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ നമ്മളെ റമദാൻ പ്ലാനറിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ പ്ലാനറും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.